നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ചെന്താമരയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കുമെന്നുള്ളതാണ്. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ സമയം ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കും. ഷംന, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാരണം നാട്ടുകാരുടെയൊക്കെ വലിയ എതിർപ്പ് ഉണ്ടാകാനുള്ള പശ്ചാത്തലമുണ്ട്. എന്തായിരിക്കും പോലീസ് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, നാളെയാണ് ഈ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 2 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത്. ഒപ്പം നാളെ തെളിവെടുപ്പിനെ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്താണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ഒപ്പം തന്നെ ഈ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ ഒരു രോഷം അത് വളരെ കൃത്യമായി തന്നെ പ്രകടമായതാണ്. ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തടക്കം, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കും. ഒപ്പം തന്നെ ഈ നേരത്തെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റിയിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ നാട്ടുകാരുടെ ഈ രോഷം മാത്രമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ തെളിവെടുപ്പിനെത്തുന്ന സമയത്തും അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷം അത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പല ഘട്ടത്തിലായി ഈ പോലീസിനോട് ഈ നാട്ടുകാർ ഈ പ്രതിയെ കുറിച്ച് പരാതി നൽകിയിരുന്നു. അതായത് ഈ പ്രതി സുധാകരനും കുടുംബത്തിനും മാത്രമല്ല മറ്റ് സമീപവാസികൾക്ക് കൂടി വധഭീഷണി മുഴക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലപ്പോഴായി പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും അത് ഗൗരവത്തിലെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ കോടതി ജാമ്യം അനുവദിച്ച പ്രതിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. ഈ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടാണ് നെന്മാറയിൽ എത്തിയത്. പക്ഷെ അതുപോലും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രതി വധഭീഷണി മുഴക്കിയിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, മറ്റക്രമങ്ങളൊന്നും നടത്തിയില്ലല്ലോ എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട്. കാരണം പോലീസ് ഒരു കാര്യക്ഷമമായി ആ പരാതി കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി വലിയ രീതിയിലുള്ള രോഷം നിലനിൽക്കുന്നത് കൊണ്ട് തെളിവെടുപ്പ് അത് എത്ര കണ്ട് സുതാര്യമാകുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ സാധാരണ ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് നീങ്ങുക. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം പല ഘട്ടങ്ങളിൽ ഈ വിഷം കഴിച്ചു എന്നതുൾപ്പെടെ പല ഘട്ടങ്ങളിൽ കേസന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിക്കില്ല. അതുകൂടി ചൂണ്ടിക്കാട്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ തെളിവുകൾ കൂടി മറ്റൊന്ന് ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ മൊഴി ഇതെല്ലാം കണക്കിലെടുത്താവും ശരി, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.